Hi, I'm Shamir. Learn English through history. This video will help you to learn English. Please watch the video till the end. Definitely this video will help you to learn English. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജർമ്മൻ ഏകാധിപതിയായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലറിന്റെ ചരിത്രമാണ്. ഈ ചരിത്രം കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. അതുപോലെ പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങളൊക്കെ പഠിക്കാനായിട്ടും സാധിക്കും. ലവ് ഹിം ഓർ ഹേറ്റ് ഹിം. അദ്ദേഹത്തെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യട്ടെ, എന്താണെങ്കിലും ഹിസ് സ്റ്റോറി ഈസ് ഫിൽഡ് വിത്ത് ഡ്രീംസ്, ഫെയിലിയേഴ്സ്, അംബിഷൻ ആൻഡ് പവർ. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്നത് സ്വപ്നങ്ങളും പരാജയങ്ങളും അഭിലാഷവും അധികാരവും ഇതൊക്കെയാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഉൾക്കൊള്ളുന്നത് ഇതൊക്കെയാണ്. ഫ്രം എ സ്മോൾ ബോയ് വിത്ത് ബിഗ് ഡ്രീംസ് ടു എ മാൻ ഹു ചേഞ്ച്ഡ് ദ വേൾഡ് ഫോർ എവർ. ഒരു ചെറിയ ആൺകുട്ടി വലിയ സ്വപ്നങ്ങളോടെ, ഒരു പുരുഷൻ ഹു ചേഞ്ച്ഡ് ദ വേൾഡ് ഫോർ എവർ, അദ്ദേഹം എന്നേക്കുമായി ലോകം മാറ്റിമറിച്ചു. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് അഡോൾഫ് ഹിറ്റ്ലർ ലൈക്ക് യു ഹാവ് നെവർ ഹേർഡ് ബിഫോർ. ഇത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ചരിത്രമാണ്. ലൈക്ക് യു ഹാവ് നെവർ ഹേർഡ് ബിഫോർ, നിങ്ങൾ മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്തതുപോലത്തെ ഒരു ചരിത്രമാണ്. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ചരിത്രമാണ്. ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഈ ചരിത്രം കേൾക്കാൻ തയ്യാറാണോ? ഗ്രാബ് യുവർ ഹെഡ്ഫോൺസ്. നിങ്ങളുടെ ഹെഡ്ഫോൺ എടുക്കുക. സിറ്റ് ബാക്ക് എന്നാൽ സുഖകരമായി ഇരിക്കുക എന്നുള്ള അർത്ഥം. നിങ്ങളുടെ ഹെഡ്ഫോൺ എടുത്ത് സുഖകരമായിരിക്കുക. നിങ്ങൾ ഇത് കേൾക്കാൻ തയ്യാറാണോ? ആൻഡ് ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ് ഇൻക്രെഡിബിൾ ടെയിൽ that will improve your English and keep you hooked till the end. And let's dive into this incredible tale. ഈ ചരിത്രം നമുക്ക് അതിയായ താല്പര്യത്തോടെ കേൾക്കാം. That will improve. ഈ ചരിത്രം മെച്ചപ്പെടുത്തും. യുവർ ഇംഗ്ലീഷ്, നിങ്ങളുടെ ഇംഗ്ലീഷിനെ ഇത് മെച്ചപ്പെടുത്തും. ആൻഡ് കീപ് യു ഹുക്ഡ് ടിൽ ദി എൻഡ്. ഈ കഥയുടെ അവസാനം വരെ ഈ കഥ നിങ്ങളെ വശീകരിക്കും. It all started on April 20, 1889. ഇതിനെല്ലാം പ്രാരംഭം കുറിച്ചത് ഏപ്രിൽ 20 1889. ഇൻ എ സ്മോൾ ടൗൺ, ഒരു ചെറിയ പട്ടണത്തിൽ, കോൾഡ് ബ്രൂണോ ഇൻ ഓസ്ട്രിയ. ഓസ്ട്രിയയിലെ ബ്രൂണോ എന്നു പേരുള്ള ഈ സ്ഥലത്താണ് ഇതിനെല്ലാം പ്രാരംഭം കുറിക്കുന്നത്. എ ബേബി ബോയ് വാസ് ബോൺ ടു അലോയ്സ് ആൻഡ് ക്ലാര ഹിറ്റ്ലർ. എ ബേബി ബോയ് വാസ് ബോൺ, ഒരു ആൺകുട്ടി പിറന്നു. ടു അലോയ്സ് ആൻഡ് ക്ലാര ഹിറ്റ്ലർ, ക്ലാര ഹിറ്റ്ലർക്കും പിതാവായിട്ടുള്ള അലോയ്സിനും ഒരു ആൺകുഞ്ഞ് പിറന്നു. ദേ നെയ്മഡ് ഹിം അഡോൾഫ്. ദേ നെയ്മഡ്, അവർ പേരു നൽകി. ഹിം, അവന്, ആ കുട്ടിക്ക് പേരു നൽകി. അഡോൾഫ് എന്ന് പേരു നൽകി. നോ വൺ ന്യൂ ദിസ് ലിറ്റിൽ ബോയ് വുഡ് ഗ്രോ അപ്പ് ടു ഷേക്ക് ദ വേൾഡ്. നോ വൺ ന്യൂ, ഒരാളും അറിഞ്ഞിരുന്നില്ല. ദിസ് ലിറ്റിൽ ബോയ്, ഈ ചെറിയ ആൺകുട്ടി, വുഡ് ഗ്രോ അപ്പ് ടു ഷേക്ക് ദ വേൾഡ്, ഈ ആൺകുട്ടി വളർന്ന് ഈ ലോകം പിടിച്ചു കുലുക്കുമെന്ന് ഒരാളും അറിഞ്ഞിരുന്നില്ല. ആസ് എ ചൈൽഡ്, ഒരു കുട്ടിയായിരുന്നപ്പോൾ, അഡോൾഫ് വാസിൻറ്റ് സ്പെഷ്യൽ, അഡോൾഫ് പ്രത്യേകത ഒന്നും ഉള്ളവനായിരുന്നില്ല. ഹി ലവ്ഡ് പ്ലേയിങ് ഔട്ട്സൈഡ്, അവൻ പുറത്ത് പോയി കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഡ്രോയിങ് പിക്ചേഴ്സ്, ചിത്രങ്ങൾ വരച്ചിരുന്നു. ആൻഡ് ഇമാജിനിങ് എ ബിഗ് ഫ്യൂച്ചർ, ഒരു വലിയ ഭാവി സ്വപ്നം കണ്ടു. ഇങ്ങനെയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ ഒരു പ്രത്യേകത ഒന്നും ഉള്ളവനായിരുന്നില്ല. സാധാരണ കുട്ടികളെപ്പോലെ തന്നെ ആയിരുന്നു. ബട്ട് ലൈഫ് വാസിൻറ്റ് പെർഫെക്റ്റ്, പക്ഷെ ജീവിതം സമ്പൂർണമായിരുന്നില്ല. ഹിസ് ഫാദർ അലോയ്സ് വാസ് വെരി സ്ട്രിക്റ്റ്. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള അലോയ്സ് വളരെ കർക്കശക്കാരനായിരുന്നു. അലോയ്സ് വാണ്ടഡ് ടു അഡോൾഫ് ടു സ്റ്റഡി ഹാർഡ് ആൻഡ് ഗെറ്റ് എ ഗവൺമെൻറ് ജോബ് ജസ്റ്റ് ലൈക്ക് ഹിം. അലോയ്സ് വാണ്ടഡ് അഡോൾഫ് ടു സ്റ്റഡി ഹാർഡ്. അച്ഛനായിട്ടുള്ള അലോയ്സിന് അഡോൾഫ് ഹിറ്റ്ലർ വളരെ നന്നായി പഠിച്ച് ആൻഡ് ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്, ഒരു ജോലി നേടണമായിരുന്നു. അച്ഛനായിട്ടുള്ള അലോയ്സിൻ്റെ താല്പര്യം അതായിരുന്നു. ഹിറ്റ്ലർ പഠിച്ച് നല്ലൊരു ജോലി, ഒരു ഗവൺമെൻറ് ജോലി നേടണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ജസ്റ്റ് ലൈക്ക് ഹിം, അദ്ദേഹത്തെ പോലെ തന്നെ. അദ്ദേഹം ഒരു
ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ പോലെ തന്നെ ഹിറ്റ്ലർ ഒരു ജോലി ഗവൺമെൻറ് ജോലി കരസ്ഥമാക്കണം എന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ബട്ട് അഡോൾഫ് ഹാഡ് എ ഡിഫറെൻറ്റ് ഡ്രീം. പക്ഷേ അഡോൾഫ് ഹിറ്റ്ലർക്കുണ്ടായിരുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു. ഐ വാണ്ട് ടു ബി എൻ ആർട്ടിസ്റ്റ്. എനിക്കൊരു ചിത്രകാരനാവണം. ഹീ വുഡ് ടെൽ ഹിസ് മദർ. അവൻ്റെ അമ്മയോട് പറയാറുണ്ടായിരുന്നു, എനിക്കൊരു ചിത്രകാരനാവണം. ക്ലാരയാണ് അമ്മയുടെ പേര്. അമ്മയായിട്ടുള്ള ക്ലാരയോട് ഹിറ്റ്ലർ പറയുമായിരുന്നു, എനിക്കൊരു ചിത്രകാരനാവണം. ഹിസ് മദർ, അദ്ദേഹത്തിൻ്റെ അമ്മ, ലവ്ഡ് ഹിം ഡീപ്ലി. അദ്ദേഹത്തെ അഗാധമായി സ്നേഹിച്ചിരുന്നു. ആൻഡ് സപ്പോർട്ടഡ് ഹിസ് ഡ്രീം. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു, പിന്താങ്ങിയിരുന്നു. ബട്ട് ഷീ കുഡിൻറ്റ് ചേഞ്ച് അലോയ്സ് മൈൻഡ്. പക്ഷേ അവൾക്ക് സാധിച്ചില്ല, അവൻ്റെ അമ്മയ്ക്ക് സാധിച്ചില്ല ചേഞ്ച് അലോയ്സ് മൈൻഡ്. അലോയ്സിൻ്റെ ഭർത്താവായിട്ടുള്ള അലോയ്സിൻ്റെ മനസ്സ് മാറ്റാൻ അവൾക്ക് പക്ഷേ സാധിച്ചില്ല. അഡോൾഫ്സ് ചൈൽഡ്ഹുഡ് വാസ് ഫുൾ ഓഫ് ഫൈറ്റ്സ് വിത്ത് ഹിസ് ഫാദർ. അഡോൾഫിൻ്റെ കുട്ടിക്കാലം വാസ് ഫുൾ ഓഫ് ഫൈറ്റ്സ് വിത്ത് ഹിസ് ഫാദർ. അഡോൾഫിൻ്റെ കുട്ടിക്കാലം മുഴുവനായിട്ടും അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് വഴക്കിലേർപ്പെട്ടുകൊണ്ടായിരുന്നു. ഹിസ് ഫാദർ വുഡ് ഷൗട്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആക്രോശിക്കുമായിരുന്നു. ആർട്ട് ഈസ് നോട്ട് എ റിയൽ ജോബ്. കല ഒരു ശരിയായിട്ടുള്ള ഒരു ജോലിയല്ല. ആൻഡ് അഡോൾഫ് വുഡ് സ്റ്റേ ക്വയറ്റ്. അഡോൾഫ് ശാന്തനായിരിക്കുമായിരുന്നു. ക്വയറ്റ് എന്നാൽ നിശബ്ദനായ. അഡോൾഫ് നിശബ്ദനായിരിക്കുമായിരുന്നു. ഹൈഡിങ് ഹിസ് ടിയേഴ്സ്. അദ്ദേഹത്തിൻ്റെ കണ്ണുനീരുകൾ അടക്കിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ശാന്തനായി ഇരിക്കുമായിരുന്നു. വെൻ ഹി വാസ് 13 years old. അദ്ദേഹത്തിന് 13 വയസ്സ് പ്രായമുള്ള സമയത്ത് ഹിസ് ഫാദർ ഡൈഡ് സഡൻലി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെട്ടു. ഹിറ്റ്ലർക്ക് 13 വയസ്സ് പ്രായമുള്ള സമയത്ത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെട്ടു. സം പീപ്പിൾ തോട്ട് അഡോൾഫ് വുഡ് ഫീൽ ഫ്രീ. ചില ആളുകൾ കരുതി അഡോൾഫ് വുഡ് ഫീൽ ഫ്രീ. അഡോൾഫിന് ഒരു സ്വാതന്ത്ര്യം ലഭിച്ച അനുഭൂതിയാണ് എന്ന് ചില ആളുകൾ വിചാരിച്ചു. പക്ഷേ ലൂസിങ് ഹിസ് ഫാദർ ലെഫ്റ്റ് എ ഹോൾ ഇൻ ഹിസ് ഹാർട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ദ്വാരമുണ്ടാക്കി. അതായത് അഡോൾഫ് ഹിറ്റ്ലറിനെ അത് വിഷമിപ്പിച്ചു, അച്ഛൻ്റെ മരണം. എന്നാൽ എന്താണ് ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? അഡോൾഫ് ഹിറ്റ്ലർക്ക് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭൂതി ലഭിച്ചു എന്നാണ് ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അഡോൾഫ് സ്റ്റാർട്ടഡ് സ്കിപ്പിംഗ് സ്കൂൾ. അഡോൾഫ് ഹിറ്റ്ലർ സ്കൂൾ ഒഴിവാക്കാൻ ആരംഭിച്ചു, സ്കൂളിലേക്ക് പോകാതിരിക്കാൻ ആരംഭിച്ചു. ഹി വാസ് വൺസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. ഒരിക്കൽ അദ്ദേഹം നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു. ബട്ട് നൗ ഹി ഡിഡിൻറ്റ് കെയർ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹം സ്കൂളിലേക്ക് പോകുന്നില്ല. ഒരിക്കൽ നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്ന ഹിറ്റ്ലർ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം സ്കൂൾ ഉപേക്ഷിക്കാൻ ആരംഭിച്ചു. ടീച്ചേഴ്സ് വുഡ് സേ. അധ്യാപകർ പറയാറുണ്ടായിരുന്നു, അഡോൾഫ് ഈസ് സ്മാർട്ട്. അഡോൾഫ് സ്മാർട്ടാണ്. ബട്ട് ഹീ ഈസ് ലേസി. പക്ഷേ അദ്ദേഹം മടിയനാണ്. ഓൾ ഹീ വാണ്ടഡ് ടു ഡു വാസ് ഡ്രോ. അദ്ദേഹത്തിന് വേണ്ടത് ചിത്രം വരയ്ക്കുക എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടത്. അദ്ദേഹം സ്മാർട്ടാണ്, പക്ഷെ അദ്ദേഹം മടിയനാണ്. അദ്ദേഹത്തിന് ആകെ വേണ്ടത് ചിത്രം വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് ടീച്ചർമാർ പറയാറുണ്ടായിരുന്നു. ആഫ്റ്റർ ഫിനിഷിംഗ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം അഡോൾഫ് പാക്ഡ് ഹിസ് ബാഗ്സ് ആൻഡ് മൂവ്ഡ് ടു വിയന്ന. അഡോൾഫ് ബാഗുകൾ പാക്ക് ചെയ്ത് അദ്ദേഹം വിയന്നയിലേക്ക് നീങ്ങി. ദ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്ന, അവിടേക്ക് അദ്ദേഹം സ്കൂൾ പൂർത്തീകരിച്ചതിന് ശേഷം താമസം മാറി. ഹി വാസ് സോ എക്സൈറ്റഡ്. വിയന്ന ഈസ് ദ സിറ്റി ഓഫ് ആർട്ട്. ഈ വിയന്ന എന്നു പേരുള്ള ഈ സ്ഥലം ഒരു കലയുടെ ഒരു പട്ടണമാണ്. അദ്ദേഹം വളരെ നന്നായി സന്തോഷവാനായി. ഐ വിൽ ബിക്കം. ഞാൻ ആയിത്തീരും എ ഫേമസ് പെയിൻറ്റർ. ഞാൻ ഒരു
പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരനായിട്ട് മാറും. ഇവിടെ ഞാൻ ഒരു പ്രശസ്തനായ ചിത്രകാരനായിട്ട് മാറും. ഹി തോട്ട്, അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഹി അപ്ലൈഡ് ടു ദി അക്കാഡമി ഓഫ് ഫൈൻ ആർട്സ്, എ ബിഗ് ആർട്ട് സ്കൂൾ. അദ്ദേഹം ഈ അക്കാഡമി സ്കൂളിലേക്ക്, ഈ ആർട്ട് സ്കൂളായിട്ടുള്ള ഫൈൻ ആർട്സ് ഈ സ്കൂളിലേക്ക് അപേക്ഷിച്ചു. എ ബിഗ് ആർട്ട് സ്കൂൾ, അതൊരു വലിയ ആർട്ട് സ്കൂളാണ്. ആ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അദ്ദേഹം അപ്ലൈ ചെയ്തു. ബട്ട് വെൻ ദ റിസൾട്ട്സ് കെയിം, പക്ഷേ ഫലങ്ങൾ വന്നപ്പോൾ ഹിസ് ഹാർട്ട് ബ്രോക്ക്, അദ്ദേഹം ദുഃഖത്തിലായി. ഹി ഡിഡിൻറ്റ് ഗെറ്റ് ഇൻ, അദ്ദേഹത്തിന് അവിടെ പ്രവേശനം ലഭിച്ചില്ല. ദ സ്കൂൾ ടോൾഡ് ഹിം, സ്കൂൾ അദ്ദേഹത്തോട് പറഞ്ഞു, യുവർ വർക്ക് ഈസ് നോട്ട് ഗുഡ് ഇനഫ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പ്രവൃത്തി വേണ്ടത്ര ഇല്ല, വേണ്ടത്ര നല്ലതല്ല. അഡോൾഫ് ഫെൽറ്റ് ഹ്യൂമിലിയേറ്റഡ്, അഡോൾഫ് ഹിറ്റ്ലറിന് അപമാനിക്കപ്പെട്ട പോലെ തോന്നി. അഡോൾഫിന് തോന്നി ഹ്യൂമിലിയേറ്റഡ്, അപമാനിക്കപ്പെട്ട, അദ്ദേഹത്തിന് അപമാനിക്കപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഐ വിൽ ട്രൈ അഗെയിൻ, ഞാൻ വീണ്ടും ശ്രമിക്കും. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. ബട്ട് ദ നെക്സ്റ്റ് ഇയർ, പക്ഷേ അടുത്ത വർഷം, ദ സ്കൂൾ റിജക്റ്റഡ് ഹിം അഗെയിൻ, അടുത്ത വർഷവും ആ സ്കൂൾ അദ്ദേഹത്തെ നിരാകരിച്ചു, അദ്ദേഹത്തെ വേണ്ടെന്ന് വച്ചു. ഹി വാസ് ഡെവസ്റ്റേറ്റഡ്, അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. അടുത്ത വർഷവും സ്കൂൾ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു, അത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. വിത്തൗട്ട് സ്കൂൾ ഓർ എ ജോബ്, സ്കൂൾ വിദ്യാഭ്യാസമോ ഒരു ജോലിയോ ഇല്ലാതെ അഡോൾഫ്സ് ലൈഫ് ബിക്കെയിം ഹാർഡ്, അഡോൾഫിൻ്റെ ജീവിതം വളരെ കഠിനമായതായി മാറി, വളരെ പ്രയാസമുള്ളതായി മാറി അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിന് സ്കൂളില്ല, അതുപോലെ ഒരു ജോലിയും ഇല്ല. ഹി ലിവ്ഡ് ഇൻ എ ടൈനി ഡേർട്ടി റൂംസ് ആൻഡ് സംടൈംസ് സ്ലെപ്റ്റ് ഓൺ ദ സ്ട്രീറ്റ്സ്. ഹി ലിവ്ഡ്, അദ്ദേഹം ജീവിച്ചു. ഇൻ എ ടൈനി എന്നാൽ ചെറിയ എന്നുള്ള അർത്ഥമാണ്, കുഞ്ഞായിട്ടുള്ള. ഡേർട്ടി എന്നാൽ മലിനമായിട്ടുള്ള. ചില സമയങ്ങളിൽ സ്ലെപ്റ്റ് ഓൺ ദ സ്ട്രീറ്റ്സ്, ചില സമയങ്ങളിൽ അദ്ദേഹം തെരുവുകളിൽ ഉറങ്ങി. അദ്ദേഹം ജീവിച്ചു വളരെ കുഞ്ഞായിട്ടുള്ള വൃത്തിയില്ലാത്ത റൂമുകളിൽ അദ്ദേഹം ഉറങ്ങി. ചില സമയങ്ങളിൽ അദ്ദേഹം തെരുവുകളിലും ഉറങ്ങി. ഹി പെയിൻറ്റഡ് പോസ്റ്റ് കാർഡ്സ് ആൻഡ് സോൾഡ് ദം ടു ടൂറിസ്റ്റ് ഫോർ ലിറ്റിൽ മണി. അദ്ദേഹം പോസ്റ്റ് കാർഡുകൾ വരച്ചു. ആൻഡ് സോൾഡ്, അവകൾ വിൽപ്പന നടത്തി. ദം, സോൾഡ് ദം, അവകൾ വിറ്റു ആ പോസ്റ്റ് കാർഡുകൾ. ടു ടൂറിസ്റ്റുകൾക്ക് ഫോർ എ ലിറ്റിൽ മണി, അല്പം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരച്ചിട്ടുള്ള ആ പോസ്റ്റ് കാർഡുകൾ അദ്ദേഹം ടൂറിസ്റ്റുകൾക്ക് വിറ്റു. വൈ ഈസ് ലൈഫ് സോ അൺഫെയർ? അൺഫെയർ എന്നാൽ നീതിരഹിതമായ എന്നാണ് അർത്ഥം, അനീതിയായ. എന്തുകൊണ്ടാണ് ജീവിതം ഇത്ര അനീതി കാണിക്കുന്നത്? ഹി ഓഫൺ തോട്ട്, അദ്ദേഹം പലപ്പോഴും ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ജീവിതം ഇത്ര അനീതി കാണിക്കുന്നത്. ഡ്യൂറിങ് ദിസ് ടൈം, ഈ കാലയളവിൽ, അഡോൾഫ്സ് മദർ പാസ്ഡ് അവേ, അഡോൾഫിൻ്റെ അമ്മ പാസ്ഡ് അവേ, മരിച്ചുപോയി. ഹി വാസ് അലോൺ ആൻഡ് ആംഗ്രി, അദ്ദേഹം തനിച്ചായി, അദ്ദേഹം കോപാകുലനായി. ഹി സ്റ്റാർട്ടഡ് ടു ബ്ലെയിം അതർ പീപ്പിൾ ഫോർ ഹിസ് ഫെയിലിയേഴ്സ്. ഹി സ്റ്റാർട്ടഡ് ടു ബ്ലെയിം, അദ്ദേഹം കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളെ, ഫോർ ഹിസ് ഫെയിലിയേഴ്സ്, അദ്ദേഹത്തിൻ്റെ പരാജയങ്ങൾക്ക്, അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള പരാജയങ്ങൾക്ക് അദ്ദേഹം മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, ഇത് എൻ്റെ തെറ്റല്ല, എൻ്റെ തെറ്റുകൊണ്ടല്ല പരാജയപ്പെട്ടത്. ഹി വുഡ് സേ, അദ്ദേഹം പറയുമായിരുന്നു. ഇൻ 1914 എവരിത്തിങ് ചേഞ്ച്ഡ്. 1914 എല്ലാം മാറിമറിഞ്ഞു. വേൾഡ് വാർ ഫസ്റ്റ് സ്റ്റാർട്ടഡ്, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ആൻഡ് അഡോൾഫ് സോ എ ചാൻസ് ടു മേക്ക് ഹിസ് ലൈഫ് മീനിങ് ഫുൾ. ആൻഡ് അഡോൾഫ് കണ്ടു എ ചാൻസ്, അദ്ദേഹം ഒരു അവസരം കണ്ടു. ടു മേക്ക് ഹിസ് ലൈഫ് മീനിങ് ഫുൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു അർത്ഥവത്താക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം കണ്ടു. ഹി ജോയിൻഡ് ദ ജർമ്മൻ ആർമി, അദ്ദേഹം ജർമ്മൻ ആർമിയിൽ ചേർന്നു. ഹി ലവ്ഡ് ബീയിങ് എ സോൾജിയർ,
ഒരു പട്ടാളക്കാരനായിരിക്കുന്നത് അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഫൈനലി അവസാനം ഐ ആം പാർട്ട് ഓഫ് സംതിങ് ബിഗ് ഹി തോട്ട് അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, അവസാനം ഞാൻ ഇപ്പോൾ എന്തോ ഒന്നിൻ്റെ ഒരു വലിയ ഭാഗമായിരിക്കുന്നു. ഈ ആർമി, ജർമ്മൻ ആർമി, അതൊരു വലിയ സംഭവമാണ്. ജർമ്മൻ ആർമി, ആ ആർമിയുടെ ഒരു ഭാഗം ഞാൻ അവസാനം ആയിരിക്കുന്നു. അഡോൾഫ് വാസ് ബ്രേവ് ഇൻ ദ വാർ. അഡോൾഫ് യുദ്ധത്തിൽ ധീരനായിരുന്നു. ഹി ക്യാരിഡ് മെസ്സേജ് അക്രോസ് ഡേഞ്ചറസ് ബാറ്റിൽ ഫീൽഡ്സ്. അദ്ദേഹം അപകടകരമായ യുദ്ധഭൂമികളിലൂടെ സന്ദേശങ്ങൾ എത്തിച്ചിരുന്നു. ആൻഡ് റിസീവ്ഡ് 2 മെഡൽസ് ഫോർ ഹിസ് കറേജ്. കറേജ് എന്നാൽ ധൈര്യം എന്നാണ് അർത്ഥം. ആൻഡ് റിസീവ്ഡ് അദ്ദേഹത്തിന് ലഭിച്ചു 2 മെഡൽസ് 2 മെഡലുകൾ ഫോർ ഹിസ് കറേജ്. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിന് അദ്ദേഹത്തിന് 2 മെഡലുകൾ ലഭിച്ചു. പക്ഷേ ഇൻ 1918 ജർമ്മനി ലോസ്റ്റ് ദ വാർ. ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അഡോൾഫ് വാസ് ഫ്യൂരിയസ്. അഡോൾഫ് ഹിറ്റ്ലർ രോഷാകുലനായി. അവർ ലീഡേഴ്സ് ബിട്രേഡ് അസ് ഹി ഷൗട്ടഡ്. അവർ ലീഡേഴ്സ് നമ്മുടെ നേതാക്കന്മാർ ബിട്രൈഡ് അസ്. ബിട്രൈഡ് എന്ന വഞ്ചിക്കുക എന്നാണ് അർത്ഥം. ബിട്രൈഡ് വഞ്ചിച്ചു. അസ് നമ്മുടെ നേതാക്കന്മാർ വഞ്ചിച്ചു. ഹി ഷൗട്ടഡ് അദ്ദേഹം ആക്രോശിച്ചു. ഹി ഫെൽറ്റ് ജർമ്മനി നീഡഡ് സംവൺ സ്ട്രോങ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു പവർ. ഹി ഫെൽറ്റ് അദ്ദേഹത്തിന് തോന്നി, ജർമ്മനിക്ക് വേണം സംവൺ, ഒരു വ്യക്തിയെ, സംവൺ സ്ട്രോങ്, ഒരു ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയെ ജർമ്മനിക്ക് വേണം. ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു പവർ, ജർമ്മനിക്ക് അതിൻ്റെ ശക്തി അധികാരം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ശക്തി തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനിക്ക് ഒരു ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയെ വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ആഫ്റ്റർ ദ വാർ, യുദ്ധത്തിന് ശേഷം അഡോൾഫ് റിട്ടേൺ ടു ജർമ്മനി. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിലേക്ക് തിരിച്ചുപോയി. ദ കൺട്രി വാസ് ഇൻ കയോസ്. കയോസ് എന്നാൽ താറുമാറായ അവസ്ഥ എന്നുള്ള അർത്ഥമാണ്. ദ കൺട്രി വാസ് ഇൻ കയോസ്. രാജ്യം ആകെ താറുമാറായ അവസ്ഥയിലായിരുന്നു. പീപ്പിൾ വെർ പൂർ ആൻഡ് ഹംഗ്രി. ജനങ്ങൾ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായിരുന്നു. മെനി വെർ ആംഗ്രി അബൌട്ട് ദ വാർസ് എൻഡ്. ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ എല്ലാവരും ദേഷ്യത്തിലായിരുന്നു. ആ യുദ്ധം മോശം അവസ്ഥയാണ് ഉണ്ടാക്കിയത്. ആ യുദ്ധത്തിൻ്റെ അവസാനത്തോടെ രാജ്യം ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായി. അത് ഒരുപാട് ആളുകളെ ദേഷ്യത്തിലാക്കി. അഡോൾഫ് സോ ദിസ് ആസ് ഹിസ് ഓപ്പർച്യൂണിറ്റി എന്നാൽ അവസരം. അഡോൾഫ് കണ്ടു ദിസ് ആസ് ഹിസ് ഓപ്പർച്യൂണിറ്റി, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അവസരമായിട്ട് അദ്ദേഹം കണ്ടു. ഹി ജോയിൻഡ് എ സ്മോൾ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്. അദ്ദേഹം ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു. ഒരു ചെറിയ പൊളിറ്റിക്കൽ ഗ്രൂപ്പിൽ അദ്ദേഹം ചേർന്നു. കോൾഡ് ദ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. ആ പാർട്ടി വിളിക്കപ്പെടുന്നത് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നാണ്. ആ ഒരു ചെറിയ പാർട്ടിയിൽ അദ്ദേഹം ചേർന്നു. അഡോൾഫ് വാസ് എ പവർഫുൾ സ്പീക്കർ. അഡോൾഫ് ഹിറ്റ്ലർ ഒരു ശക്തനായിട്ടുള്ള ഒരു പ്രാസംഗികനായിരുന്നു. വെൻ ഹി സ്പോക്ക്, അദ്ദേഹം സംസാരിച്ചപ്പോൾ, പീപ്പിൾ ലിസൺഡ്, അദ്ദേഹത്തെ ആളുകൾ കേട്ടു. ഹിസ് വേർഡ്സ് വേർ ഫുൾ ഓഫ് ആങ്കർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവൻ ദേഷ്യം നിറഞ്ഞതായിരുന്നു. പാഷൻ ആൻഡ് പ്രോമിസസ്, അഭിനിവേശവും അതുപോലെ വാഗ്ദാനങ്ങളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ജർമ്മനി വിൽ റൈസ് അഗെയിൻ. ജർമ്മനി വീണ്ടും എഴുന്നേൽക്കും. ഹി വുഡ് സേ, അദ്ദേഹം പറയുമായിരുന്നു, ജർമ്മനി വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. സ്ലോലി, സാവധാനത്തിൽ. മോർ ആൻഡ് മോർ പീപ്പിൾ സ്റ്റാർട്ടഡ് ഫോളോവിങ്. അങ്ങനെ പതുക്കെ കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ പിന്തുടരാൻ ആരംഭിച്ചു. അഡോൾഫ് ചേഞ്ച്ഡ് ദ നെയിം ഓഫ് ദ ഗ്രൂപ്പ് ടു ദ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി, ഓൾസോ നൗൺ ആസ് ദ നാസി പാർട്ടി. ആ ഗ്രൂപ്പിൻ്റെ പേര് അഡോൾഫ് ഹിറ്റ്ലർ മാറ്റി. ആ പാർട്ടി നാസി പാർട്ടി എന്നും അറിയപ്പെട്ടു. ഹി ഡിസൈൻഡ് ദെയർ സിംബൽ. അദ്ദേഹം ആ പാർട്ടിയുടെ സിംബൽ അദ്ദേഹം രൂപരേഖ നൽകി. അദ്ദേഹം അതിനൊരു
രൂപം നൽകി. എ റെഡ് ഫ്ലാഗ് വിത്ത് എ ബ്ലാക്ക് സ്വാസ്തിക. സ്വാസ്തിക എന്നാൽ ഭാഗ്യചിഹ്നം. ഇത്തരത്തിലുള്ള ഒരു ചിഹ്നം ഒരു ചുവന്ന കൊടിയിൽ കറുത്ത നിറത്തിൽ നൽകിക്കൊണ്ട് അത്തരത്തിൽ അദ്ദേഹം ആ സിമ്പൽ ഡിസൈൻ ചെയ്തു. ദിസ് വിൽ ബിക്കം ദ മോസ്റ്റ് പവർഫുൾ സിമ്പൽ ഇൻ ദ വേൾഡ് ഹി ഡിക്ലയേർഡ്. ദിസ് വിൽ ബിക്കം ഇതായിത്തീരും ദ മോസ്റ്റ് പവർഫുൾ സിമ്പൽ ഇൻ ദ വേൾഡ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള അടയാളം പ്രതീകം ഇതായിത്തീരും. ഹി ഡിക്ലയേർഡ് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹിസ് സ്പീച്ച് ബിക്കെയിം ഫേമസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രശസ്തമായി തീർന്നു. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ കെയിം ടു ഹിയർ ഹിം അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേർന്നു. ദേ ബിലീവ്ഡ് ഇൻ ഹിസ് ഡ്രീം ഓഫ് എ സ്ട്രോങ് ജർമ്മനി ശക്തമായിട്ടുള്ള ഒരു ജർമ്മനി എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ആളുകൾ വിശ്വസിച്ചു. ബട്ട് അഡോൾഫ്സ് ഐഡിയാസ് വേർ ഡേഞ്ചറസ് എന്നാൽ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ആശയങ്ങൾ അപകടകരമായതായിരുന്നു. ഹി ബ്ലെയിംഡ് certain groups of people for Germany's problems and wanted to make Germany only for Germans. He blamed അദ്ദേഹം കുറ്റപ്പെടുത്തി certain groups of people ഒരു പ്രത്യേക കൂട്ടം ജനവിഭാഗത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തി for Germany's problems ജർമ്മനിയുടെ പ്രശ്നങ്ങൾക്ക്. ഇവിടെ ആ ആളുകളെ പ്രത്യേക ജനവിഭാഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതന്മാരെ അദ്ദേഹം കുറ്റപ്പെടുത്തി. ആൻഡ് വാണ്ടഡ് ടു മേക്ക് ജർമ്മനി ഓൺലി ഫോർ ജർമ്മൻസ് അദ്ദേഹത്തിന് ജർമ്മനിക്കാർക്ക് മാത്രമുള്ളതായിട്ട് ആക്കണമായിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന് ജർമ്മനി ആക്കി മാറ്റണമായിരുന്നു. ഒരു പ്രത്യേക ജനക്കൂട്ടത്തെ ജൂതന്മാരെ അദ്ദേഹം ജർമ്മനിയിലെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം കുറ്റപ്പെടുത്തി. ആഫ്റ്റർ വേൾഡ് വാർ ഫസ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി വാസ് ഇൻ ബിഗ് ട്രബിൾ ജർമ്മനി ഒരു വലിയ പ്രശ്നത്തിൽ ആയിരുന്നു. പീപ്പിൾ ഹാഡ് നോ ജോബ്സ് ആളുകൾക്ക് ജോലിയില്ലായിരുന്നു. ഫുഡ് വാസ് എക്സ്പെൻസീവ് ഭക്ഷണത്തിനുള്ള ചിലവ് വളരെ വലിയതായിരുന്നു. ഭക്ഷണത്തിന് വളരെയധികം വിലയായിരുന്നു ഭക്ഷണ സാധനങ്ങൾക്ക്. ആൻഡ് മെനി ഫാമിലീസ് വെർ ഹംഗ്രി ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലായിരുന്നു. The country had to pay a lot of money to other nations because they lost the war. The country had to pay ജർമ്മനി എന്ന രാജ്യത്തിന് അടക്കേണ്ടി വന്നു എ ലോട്ട് ഓഫ് മണി ഒരുപാട് പണം നൽകേണ്ടി വന്നു ടു അതർ നേഷൻസ് മറ്റുള്ള രാജ്യങ്ങൾക്ക്. ബിക്കോസ് കാരണം ദേ ലോസ്റ്റ് ദ വാർ അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ആ കാരണത്താൽ ജർമ്മനിക്ക് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരുപാട് വില നൽകേണ്ടി വന്നു. ജർമ്മൻസ് വേർ ആംഗ്രി ആൻഡ് സാഡ് ജർമ്മനിയിലുള്ള ആളുകൾ ദേഷ്യത്തിലും അതുപോലെ സങ്കടത്തിലുമായി. അഡോൾഫ് ഹിറ്റ്ലർ സോ ദിസ് പെയിൻ ഈ വേദന അദ്ദേഹം കണ്ടു. ഹീ ടോൾഡ് ദ പീപ്പിൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട് ഇത് നിങ്ങളുടെ പിശകു കൊണ്ടല്ല. ഐ നോ ഹൂ ഈസ് ടു ബ്ലെയിം ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് എനിക്ക് അറിയാം. ഹിസ് വേർഡ്സ് ഗേവ് പീപ്പിൾ ഹോപ്പ് ഹിസ് വേർഡ്സ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗേവ് നൽകി പീപ്പിൾ ആളുകൾക്ക് ഹോപ്പ് പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആളുകൾക്ക് പ്രതീക്ഷ നൽകി. ബട്ട് ദേ ഓൾസോ മെയ്ഡ് ദം ആംഗ്രി അറ്റ് അതേഴ്സ് പക്ഷേ ആ വാക്കുകൾ അവരെ മറ്റുള്ളവരോട് ദേഷ്യമുള്ളവരാക്കി മാറ്റുകയും ചെയ്തു. അവർക്ക് ഹിറ്റ്ലർ നൽകിയിട്ടുള്ള ആ വാക്കുകൾ അവരെ മറ്റുള്ളവരോട് ദേഷ്യത്തിലാകാൻ കാരണമായി. അതായത് ഇവിടെ ജൂതന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം നൽകിയിട്ടുള്ള വാക്കുകൾ അവർക്ക് ജൂതന്മാരോട് ദേഷ്യമുണ്ടാകാൻ കാരണമായി. സ്ലോലി സാവധാനത്തിൽ പതുക്കെ അഡോൾഫ് ബിക്കെയിം എ പോപ്പുലർ നെയിം അഡോൾഫ് ഹിറ്റ്ലർ എന്നുള്ളത് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു നാമമായിട്ട് മാറി. അഡോൾഫ് വർക്ക്ഡ് ഹാർഡ് അഡോൾഫ് ഹിറ്റ്ലർ കഠിനമായി ജോലി ചെയ്തു. ടു ഗ്രോ ഹിസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി വളരാൻ വേണ്ടിയിട്ട് അദ്ദേഹം കഠിനമായി ജോലി ചെയ്തു. ഹീ ഹെൽഡ് ബിഗ് മീറ്റിംഗ്സ് ആൻഡ് ഗേവ് ലൗഡ് ഇമോഷണൽ സ്പീച്ച് അദ്ദേഹം വലിയ മീറ്റിങ്ങുകൾ നടത്തി. ആൻഡ് ഗേവ് ലൗഡ് ഇമോഷണൽ സ്പീച്ച് വളരെ വികാരപരമായിട്ടുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തി.
ജർമ്മനി ക്യാൻ ബി ഗ്രേറ്റ് അഗെയിൻ ഹി ഷൗട്ടഡ്. അദ്ദേഹം ആക്രോശിച്ചു പറഞ്ഞു, ജർമ്മനി വീണ്ടും ഒരു മഹത്തരമായിട്ടുള്ള രാജ്യമായി മാറും. പീപ്പിൾ ക്ലാപ്ഡ് ആൻഡ് ചിയേർഡ്. പീപ്പിൾ ക്ലാപ്ഡ്, ആളുകൾ കൈയടിച്ചു. ആൻഡ് ചിയേർഡ്, ആർപ്പ് വിളിച്ചു. ആളുകൾ കൈയടിച്ചുകൊണ്ട് ആർത്തു വിളിച്ചു. ദേ ബിലീവ്ഡ് ഇൻ ഹിസ് ഡ്രീം. ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്താണോ അതിൽ ആളുകൾ വിശ്വസിച്ചു. ഇൻ 1923 1923 അഡോൾഫ് ട്രൈഡ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദ ജർമ്മൻ ഗവൺമെൻറ് ബൈ ഫോഴ്സ്. 1923 അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ അധികാരം ശക്തി ഉപയോഗിച്ചിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ആ നിയന്ത്രണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. ദിസ് വാസ് കോൾഡ് ദ ബിയർ ഹാൾ പുച്ച്. പുച്ച് എന്നാൽ അർത്ഥം അട്ടിമറിക്കാനുള്ള ശ്രമം എന്നാണ്. ദിസ് വാസ് കോൾഡ്, ഈ ശ്രമത്തെ അദ്ദേഹം, ഈ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള 1923 ഈ ശ്രമത്തെ വിളിക്കപ്പെട്ടു ബിയർ ഹാൾ പുച്ച് എന്ന്. ഈ ശ്രമത്തെ വിളിക്കപ്പെട്ടു. ബട്ട് ഇറ്റ് ഫെയിൽഡ്, പക്ഷേ ഇത് പരാജയപ്പെട്ടു, ഈ ശ്രമം പരാജയപ്പെട്ടു. അഡോൾഫ് വാസ് അറസ്റ്റഡ് ആൻഡ് സെൻറ്റ് ടു ജയിൽ ഫോർ 9 months. അഡോൾഫ് വാസ് അറസ്റ്റഡ്, അഡോൾഫ് ഹിറ്റ്ലർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് സെൻറ്റ് ടു ജയിൽ ഫോർ 9 months, 9 മാസക്കാലത്തെ ജയിൽ ശിക്ഷയ്ക്ക് അദ്ദേഹം അയക്കപ്പെട്ടു. അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ശ്രമത്തെ വിളിക്കപ്പെടുന്നത് എന്താണ്? ബിയർ ഹാൾ പുച്ച് എന്നാണ്. വൈൽ ഇൻ ജയിൽ, ജയിലിലായിരിക്കെ അഡോൾഫ് റോട്ട് എ ബുക്ക് കോൾഡ് മൈൻ ക്യാംപ്. മൈൻ ക്യാംപ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുസ്തകം ജയിലിലായിരിക്കെ അഡോൾഫ് ഹിറ്റ്ലർ എഴുതി. വിച്ച് മീൻസ് മൈ സ്ട്രഗിൾ. മൈൻ ക്യാംപ് ഇതിനർത്ഥം, വിച്ച് മീൻസ് അതിനർത്ഥം എന്താണ്? മൈ സ്ട്രഗിൾ. മൈ സ്ട്രഗിൾ എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ ത്യാഗം എന്ന് പേരുള്ള ഒരു പുസ്തകം ജയിലിലായിരിക്കെ അദ്ദേഹം എഴുതി. ഇൻ ദിസ് ബുക്ക്, ഈ പുസ്തകത്തിൽ ഹി റോട്ട് അബൌട്ട് ഹിസ് ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ചിട്ട് ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി. ഹി സെഡ് ജർമ്മനി നീഡഡ് ടു ബിക്കം പവർഫുൾ ആൻഡ് ദാറ്റ് സർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ വേർ ദ എനിമി. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ജർമ്മനി നീഡഡ് ടു ബിക്കം എ പവർഫുൾ, ജർമ്മനി ഒരു ശക്തമായിട്ടുള്ള രാജ്യമായി മാറേണ്ടതുണ്ട്. ആൻഡ് ദാറ്റ് certain groups of people were the enemy, ഒരു പ്രത്യേക ജനക്കൂട്ടം ആളുകൾ ശത്രുക്കളാണ്. അതായത് ജൂതന്മാരെ പറ്റിയാണ് പറയുന്നത്. അവർ ആ പ്രത്യേക ജനവിഭാഗം ശത്രുക്കളാണ്. ജർമ്മനി ശക്തമായിട്ടുള്ളൊരു രാജ്യമായി മാറേണ്ടതുണ്ട്. ദ ബുക്ക് ബിക്കെയിം പോപ്പുലർ, ആ പുസ്തകം പ്രശസ്തമായതായി മാറി. ആൻഡ് മെനി ജർമ്മൻ സ്റ്റാർട്ടഡ് ടു ബിലീവ് ഇൻ ഹിസ് ഐഡിയാസ്, ഒരുപാട് ജർമ്മനിക്കാർ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ വിശ്വസിക്കാൻ ആരംഭിച്ചു. ആഫ്റ്റർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ജയിൽ, ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം അഡോൾഫ് വർക്ക്ഡ് ഈവൻ ഹാർഡർ, അഡോൾഫ് ഹിറ്റ്ലർ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ദ നാസി പാർട്ടി ബിക്കെയിം സ്ട്രോങ്ങർ, നാസി പാർട്ടി വളരെ കരുത്താർജിച്ച ഒരു പാർട്ടിയായിട്ട് മാറി. ബൈ 1933 അഡോൾഫ് ഹിറ്റ്ലർ വാസ് chosen as the Chancellor of Germany, the country's top leader. By 1933 1933 അഡോൾഫ് ഹിറ്റ്ലർ വാസ് ചോസൺ, അഡോൾഫ് ഹിറ്റ്ലറെ തിരഞ്ഞെടുത്തു ആസ് ദ ചാൻസലർ ഓഫ് ജർമ്മനി, ജർമ്മനിയിലെ ചാൻസലറായിട്ട് അഡോൾഫ് ഹിറ്റ്ലറിനെ തിരഞ്ഞെടുത്തു. ദ കൺട്രീസ് ടോപ്പ് ലീഡർ, ഈ ജർമ്മനി എന്ന രാജ്യത്തെ ഏറ്റവും ഉയർന്ന നേതാവാണ് ചാൻസലർ. ജർമ്മനിയിലെ ചാൻസലറായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ദിസ് വാസ് ദ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ ചാപ്റ്റർ, ഇത് ഒരു പുതിയ അധ്യായത്തിൻ്റെ ആരംഭമായിരുന്നു. അഡോൾഫ് പ്രോമിസ്ഡ് ജോബ്സ്, അഡോൾഫ് ഹിറ്റ്ലർ ജോലികൾ വാഗ്ദാനം ചെയ്തു. എ സ്ട്രോങ് മിലിറ്ററി, ഒരു ശക്തമായിട്ടുള്ള ഒരു സൈന്യം അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ആൻഡ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, ഒരു നല്ല ഒരു ഭാവി അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇതൊക്കെ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ദ പീപ്പിൾ ട്രസ്റ്റഡ് ഹിം, ആളുകൾ അദ്ദേഹത്തെ വിശ്വസിച്ചു, അദ്ദേഹത്തിൽ ഭരമേൽപ്പിച്ചു. ബട്ട് ദേ ഡിഡിൻറ്റ് നോ വാട്ട് ഹി വാസ് പ്ലാനിങ് നെക്സ്റ്റ്, പക്ഷേ ദേ ഡിഡിൻറ്റ് നോ, അവർക്ക് അറിയില്ലായിരുന്നു വാട്ട് ഹി വാസ് പ്ലാനിങ് നെക്സ്റ്റ്, അടുത്തതായിട്ട് അദ്ദേഹം എന്താണ് പദ്ധതിയിടുന്നത് എന്ന് ആളുകൾക്ക് പക്ഷേ
അറിയില്ലായിരുന്നു. ആളുകൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ആസ് ചാൻസലറായിരിക്കെ അഡോൾഫ് മെയ്ഡ് മെനി ചേഞ്ചസ്. അഡോൾഫ് ഹിറ്റ്ലർ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ ബിൽറ്റ് റോഡ്സ്, അദ്ദേഹം റോഡുകൾ നിർമ്മിച്ചു. ഫാക്ടറികൾ നിർമ്മിച്ചു. ആൻഡ് സ്കൂളുകൾ നിർമ്മിച്ചു. മോർ പീപ്പിൾ ഗോട്ട് ജോബ്സ്, കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിച്ചു. ആൻഡ് ജർമ്മനി സ്റ്റാർട്ടഡ് ടു ലുക്ക് സ്ട്രോങ് അഗെയിൻ. ജർമ്മനിയെ വീണ്ടും ഒരു ശക്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് കാണാൻ ആരംഭിച്ചു. ദ പീപ്പിൾ വെർ ഹാപ്പി, ആളുകൾ സന്തോഷവാന്മാരായിരുന്നു. ദ സെഡ്, അവർ പറഞ്ഞു, ഹിറ്റ്ലർ ഈസ് എ ഹീറോ, ഹിറ്റ്ലർ ഒരു ഹീറോ ആണെന്ന് അവർ പറഞ്ഞു. ബട്ട് ബിഹൈൻഡ് ദിസ് സക്സസ്, എന്നാൽ ഈ വിജയത്തിന് പിന്നിൽ അഡോൾഫ് ഹാഡ് ഡേഞ്ചറസ് പ്ലാൻസ്. എന്നാൽ അഡോൾഫ് ഹിറ്റ്ലർക്ക് അപകടകരമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. ഹി കൺട്രോൾഡ് ന്യൂസ് പേപ്പേഴ്സ്, അദ്ദേഹം പത്രങ്ങളെ നിയന്ത്രിച്ചു. റേഡിയോ ചാനലുകളെ നിയന്ത്രിച്ചു. ആൻഡ് സ്കൂളുകൾ, റേഡിയോ, ന്യൂസ് പേപ്പറുകൾ, ഇതൊക്കെ അദ്ദേഹം നിയന്ത്രിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ അപകടകരമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. പീപ്പിൾ വേർ ടോൾഡ്, ജനങ്ങളോട് പറഞ്ഞു, യു ക്യാൻ ഓൺലി ബിലീവ് ഇൻ അഡോൾഫ് ഹിറ്റ്ലർ, നിങ്ങൾക്ക് അഡോൾഫ് ഹിറ്റ്ലറിൽ മാത്രം വിശ്വസിക്കാം. Those who didn't agree with him were punished or sent to prison. Those who didn't agree with him, അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാത്തവർ, അദ്ദേഹത്തോട് യോജിക്കാത്ത ആളുകൾ, were punished, ആ ആളുകൾ ശിക്ഷിക്കപ്പെട്ടു. or sent to prison, അതല്ലെങ്കിൽ ജയിലിലേക്ക് അയക്കപ്പെട്ടു, അതല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടു. ആ ഹിറ്റ്ലർ പറഞ്ഞതിനോട് യോജിക്കാത്ത ആളുകൾ. Adolf created a strong army called the SS and a group of young boys called the Hitler Youth. അഡോൾഫ് ഹിറ്റ്ലർ സൃഷ്ടിച്ചു എ സ്ട്രോങ് ആർമി, ഒരു ശക്തമായിട്ടുള്ളൊരു സൈന്യത്തെ അദ്ദേഹം സൃഷ്ടിച്ചു. കോൾഡ് ദ SS, എന്താണ് വിളിക്കപ്പെടുന്നത്, SS, ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് യങ് ബോയ്സ്, ഒരു കൂട്ടം യുവാക്കളെയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. കോൾഡ് ദ ഹിറ്റ്ലർ യൂത്ത് എന്നു പേരുള്ള ഒരു കൂട്ടം യുവാക്കളെയും അദ്ദേഹം സൃഷ്ടിച്ചു. They trained to fight and spread Nazi ideas. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പരിശീലനങ്ങൾ നൽകി. ആൻഡ് സ്പ്രെഡ് നാസി ഐഡിയാസ്, നാസി ആശയങ്ങൾ അവർ പടർത്തി, അവർ പ്രചരിപ്പിച്ചു. എവരിവെയർ ഇൻ ജർമ്മനിയിൽ എല്ലായിടത്തും പീപ്പിൾ സോ ദ സ്വാസ്തിക ഫ്ലാഗ്, ആ നാസി പാർട്ടിയുടെ ഫ്ലാഗ്, പതാക ജർമ്മനിയിൽ എല്ലായിടത്തും കാണപ്പെട്ടു. ജർമ്മനിയിൽ എല്ലായിടത്തും ആളുകൾ ആ സ്വാസ്തിക പതാക കണ്ടു. ഇറ്റ് ബിക്കെയിം ദ സിംബൽ ഓഫ് അഡോൾഫ്സ് പവർ. അത് ആയി മാറി. ദ സിംബൽ ഓഫ് അഡോൾഫ്സ് പവർ, അഡോൾഫിൻ്റെ അധികാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇത് ആയി മാറി. അഡോൾഫ് സ്പീച്ച് ബിക്കെയിം ഈവൻ മോർ പവർഫുൾ. അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രസംഗങ്ങൾ കൂടുതൽ ശക്തമായതായി മാറി. ഹി വുഡ് സേ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ജർമ്മനി ഈസ് ദ ബെസ്റ്റ്, വി വിൽ റൂൾ ദ വേൾഡ്, നമ്മൾ ലോകം കീഴടക്കും, നമ്മൾ ലോകം അടക്കി ഭരിക്കും. ക്രൗഡ്സ് ചിയേർഡ് ആൻഡ് ഷൗട്ടഡ്, ആളുകൾ ആക്രോശിച്ചുകൊണ്ട് ആർത്തുവിളിച്ചു. ഹേ ഹിറ്റ്ലർ എന്ന് വിളിച്ചുകൊണ്ട് ആളുകൾ ആക്രോശിച്ച് ആർത്തുവിളിച്ചു. ഇൻ 1939, 1939 അഡോൾഫ് മെയ്ഡ് ഹിസ് ബോൾഡസ്റ്റ് മൂവ് എന്നാൽ ധീരമായിട്ടുള്ള നീക്കം. അദ്ദേഹം ഒരു ധീരമായിട്ടുള്ള നീക്കം നടത്തി. എന്താണത്? ഹി ഓർഡേർഡ് ഹിസ് ആർമി ടു ഇൻവൈഡ് പോളണ്ട്. അദ്ദേഹം ഉത്തരവിട്ടു. ഹിസ് ആർമി, അദ്ദേഹത്തിൻ്റെ സൈന്യത്തോട് അദ്ദേഹം ഉത്തരവിട്ടു. ടു ഇൻവൈഡ് പോളണ്ട്. ഇൻവൈഡ് എന്നാൽ അതിക്രമിച്ച് കയറുക എന്നുള്ള അർത്ഥമാണ്. പോളണ്ടിലേക്ക് അതിക്രമിച്ച് കടക്കാൻ അദ്ദേഹത്തിൻ്റെ ആർമിയോട് അദ്ദേഹം ഉത്തരവിട്ടു. ദിസ് ആക്ട് സ്റ്റാർട്ടഡ് വേൾഡ് വാർ സെക്കൻഡ്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഈ പ്രവൃത്തി തുടക്കം കുറിച്ചു. അഡോൾഫ്സ് ഡ്രീം വാസ് ടു ടേക്ക് ഓവർ ഓൾ ഓഫ് യൂറോപ്പ് ആൻഡ് മേക്ക് ജർമ്മനി ദ മോസ്റ്റ് പവർഫുൾ കൺട്രി ഇൻ ദ വേൾഡ്. അഡോൾഫ് ഹിറ്റ്ലറുടെ സ്വപ്നം ഇതായിരുന്നു, യൂറോപ്പ് എല്ലാം കീഴടക്കുക, എന്നിട്ട് ജർമ്മനിയെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു
രാജ്യമാക്കിയിട്ട് ലോകത്ത് മാറ്റുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അറ്റ് ഫേസ്റ്റ്, ആദ്യത്തിൽ അഡോൾഫ് ആർമി വൺ മെനി ബാറ്റിൽസ്. വൺ എന്നാൽ വിജയിച്ചു എന്നുള്ള അർത്ഥമാണ്. ആദ്യത്തിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ സൈന്യം ഒരുപാട് യുദ്ധങ്ങളിൽ വിജയിച്ചു. ദേ വേർ സ്ട്രോങ്, അവർ ശക്തരായിരുന്നു. ആൻഡ് വെൽ ട്രെയിൻഡ്, നന്നായി പരിശീലനം ലഭിച്ചവരും ആയിരുന്നു. അവർ വളരെയധികം നല്ലവണ്ണം പരിശീലനം ലഭിച്ചവരുമായിരുന്നു. അവർ ശക്തരുമായിരുന്നു. ആദ്യത്തിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ സൈന്യം ഒരുപാട് യുദ്ധങ്ങളിൽ വിജയിച്ചു. ബട്ട് ആസ് ദ വാർ വെൻറ്റ് ഓൺ, എന്നാൽ യുദ്ധം തുടർന്നു പോയപ്പോൾ തിങ്സ് സ്റ്റാർട്ടഡ് ടു ഗോ റോങ്, കാര്യങ്ങൾ തെറ്റായിട്ട് മാറാൻ ആരംഭിച്ചു. കാര്യങ്ങൾ മോശമായിട്ട് മാറാൻ ആരംഭിച്ചു. അഡോൾഫ് ഹാഡ് മെയ്ഡ് ടു മെനി എനിമീസ്. ടു മെനി എന്നാൽ ഒരുപാട് എന്നുള്ള അർത്ഥമാണ്. അഡോൾഫ് ഹിറ്റ്ലർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ടു മെനീസ് എനിമീസ്, ഒരുപാട് ശത്രുക്കളെ അഡോൾഫ് ഹിറ്റ്ലർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൈൽ ദ വാർ വാസ് ഹാപ്പനിങ്, യുദ്ധം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അഡോൾഫ് വാസ് ഡൂയിങ് സംതിങ് ടെറിബിൾ. ആ സമയത്ത് അഡോൾഫ് വളരെ ടെറിബിൾ എന്നാൽ മോശമായ, അതിദാരുണമായ, ഇതൊക്കെയാണ് അർത്ഥം. ഭീതി ജനിപ്പിക്കുന്ന ഭയാനകമായിട്ടുള്ള എന്തോ ഒരു കാര്യം അഡോൾഫ് ഹിറ്റ്ലർ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ടെറിബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള ആ സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽ, യുദ്ധം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാണ്ടഡ് ടു റിമൂവ് ഓൾ ജൂസ് പീപ്പിൾ ആൻഡ് അതേഴ്സ് ഹി തോട്ട് ഡിഡിൻറ്റ് ബിലോങ് ടു ഹിസ് വിഷൻ ഓഫ് ജർമ്മനി. ഹി വാണ്ടഡ് ടു റിമൂവ്, അദ്ദേഹത്തിന് ഒഴിവാക്കണമായിരുന്നു. ഓൾ ജൂഷ് പീപ്പിൾ, എല്ലാ ജൂതന്മാരായിട്ടുള്ള ആളുകളെയും അദ്ദേഹത്തിന് ഒഴിവാക്കണമായിരുന്നു. ആൻഡ് അതേഴ്സ്, മറ്റുള്ളവരെയും. ഹി തോട്ട് ഡിഡിൻറ്റ് ബിലോങ് ഇൻ ഹിസ് വിഷൻ ഓഫ് ജർമ്മനി, അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യമുണ്ട് ജർമ്മനിയിൽ, ഒരു വിഷൻ. ആ വിഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ജൂഷ് പീപ്പിളുകൾ, ജൂതന്മാരായിട്ടുള്ള ആളുകൾ. ആ ആളുകളെ അദ്ദേഹത്തിന് നീക്കി മാറ്റണമായിരുന്നു, ഒഴിവാക്കണമായിരുന്നു. ദിസ് വാസ് കോൾഡ് ദ ഹോളോകോസ്റ്റ്. ഹോളോകോസ്റ്റ് എന്നാൽ അർത്ഥം കൂട്ടക്കൊല എന്നുള്ള അർത്ഥമാണ്, സമ്പൂർണ്ണ നാശം. ഇവിടെ അർത്ഥം ജൂതന്മാരെ കൊലപ്പെടുത്തിയത്, ആ കൂട്ടക്കൊല. ദിസ് വാസ് കോൾഡ് ഹോളോകോസ്റ്റ്, ഇത് ഹോളോകോസ്റ്റ് എന്ന് വിളിക്കപ്പെട്ടു. വൺ ഓഫ് ദ ഡാർക്കസ്റ്റ് ചാപ്റ്റേഴ്സ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യ ചരിത്രത്തിലെ ഡാർക്കസ്റ്റ് എന്നാൽ ഇരുട്ടായിട്ടുള്ള, വളരെ മോശപ്പെട്ട, ഇരുട്ട് നിറഞ്ഞ അധ്യായങ്ങളിൽ ഒരു അധ്യായമാണിത്. ഈ ഹോളോകോസ്റ്റ്, ഈ കൂട്ടക്കൊല, ഈ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ളത് ഹ്യൂമൻ ഹിസ്റ്ററിയിലെ അധ്യായങ്ങളിൽ ഒരു അധ്യായമാണ്, ഒരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. മില്യൺസ് ഓഫ് ഇന്നസെൻറ്റ് പീപ്പിൾ വേർ കിൽഡ് ഇൻ ക്യാമ്പ്സ്. മില്യൺസ് ഓഫ് ഇന്നസെൻറ്റ് പീപ്പിൾ, ദശലക്ഷക്കണക്കിന് നിരപരാധികളായിട്ടുള്ള ആളുകൾ വേർ കിൽഡ് ഇൻ ക്യാമ്പ്സ്, ക്യാമ്പുകളിൽ വെച്ചിട്ട് നിരപരാധികളായിട്ടുള്ള ഒരുപാട് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു. ബൈ 1944, 1944 ജർമ്മനി സ്റ്റാർട്ടഡ് ലൂസിങ് ദ വാർ, ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെടാൻ ആരംഭിച്ചു. അഡോൾഫ്സ് എനിമീസ്, അഡോൾഫ് ഹിറ്റ്ലറുടെ ശത്രുക്കൾ, ലൈക്ക് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് ബ്രിട്ടൻ വേർ ടു സ്ട്രോങ്. ഇവരുടെ അഡോൾഫ് ഹിറ്റ്ലറുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, അതുപോലെ സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഈ രാജ്യങ്ങളൊക്കെ വളരെ ശക്തരായിട്ടുള്ള രാജ്യങ്ങളായിരുന്നു. ബോംബ്സ് ഫെൽ ഓൺ ജർമ്മനി സിറ്റീസ്, ജർമ്മനിയിലെ പട്ടണങ്ങളിൽ ബോംബുകൾ വന്നു വീണു. ആൻഡ് ദ പീപ്പിൾ ഹൂ വൺസ് കോൾഡ് അഡോൾഫ് എ ഹീറോ ബിഗാൻ ടു ലൂസ് ഹോപ്പ്. ആൻഡ് ദ പീപ്പിൾ ഹൂ വൺസ് കോൾഡ്, ഒരിക്കൽ അഡോൾഫ് ഹിറ്റ്ലർ ഒരു ഹീറോയാണെന്ന് വിളിച്ചിരുന്ന ആളുകൾക്ക് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ ആരംഭിച്ചു. ബിഗാൻ എന്നാൽ ആരംഭിച്ചു, ടു ലൂസ് നഷ്ടപ്പെടാൻ. അഡോൾഫ് ബിക്കെയിം പാരനോയിഡ്. പാരനോയിഡ് എന്നാൽ ചിത്രഭ്രമമുള്ള എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം ചിത്രഭ്രമമുള്ള ഒരു വ്യക്തിയായി മാറി. ഹി ട്രസ്റ്റഡ് നോ വൺ ആൻഡ്
ആൻഡ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ഹൈഡിങ് ഇൻ ഹിസ് ബങ്കർ. ഹി ട്രസ്റ്റഡ് നോ വൺ. അദ്ദേഹം ഒരാളെയും വിശ്വസിച്ചില്ല. ആൻഡ് സ്പെൻഡ് അദ്ദേഹം ചിലവഴിച്ചു മോസ്റ്റ് ഓഫ് ഹിസ് ടൈം അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സമയവും ഹൈഡിങ് ഇൻ ഹിസ് ബങ്കർ അദ്ദേഹത്തിൻ്റെ ബങ്കറിൽ ഒളിച്ചിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സമയവും ചിലവഴിച്ചു. അദ്ദേഹം ഒരാളെയും വിശ്വസിച്ചില്ല. അദ്ദേഹം ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയായി മാറി. ബൈ 1944 1944 അഡോൾഫ് ഹിറ്റ്ലേഴ്സ് ഡ്രീംസ് ഓഫ് റൂളിംഗ് ദ വേൾഡ് വേർ ഫോളിംഗ് അപ്പാർട്ട്. 1944 ആകുമ്പോഴേക്ക് ലോകത്തെ ആധിപത്യം സ്ഥാപിക്കാനുള്ള അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ സ്വപ്നങ്ങൾ ചിതറിപ്പോകുകയായിരുന്നു. അത് പരാജയപ്പെട്ടു. 1944 അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ലോകം കീഴടക്കുക, ലോകം അടക്കി ഭരിക്കുക എന്നുള്ള സ്വപ്നം അത് പരാജയപ്പെട്ടു. അത് തകർന്നുപോയി. ഹിസ് ആർമി അദ്ദേഹത്തിൻ്റെ സൈന്യം വിച്ച് വൺ സീംഡ് അൺസ്റ്റോപ്പബിൾ. അൺസ്റ്റോപ്പബിൾ എന്നാൽ തടയാനാവാത്ത എന്നുള്ള അർത്ഥമാണ്. വിച്ച് അത് ഈ ആർമി വൺ സീംഡ് അൺസ്റ്റോപ്പബിൾ ഒരിക്കൽ മുമ്പ് തടയാനാവാത്ത കരുത്തുള്ളതായിട്ട് കാണപ്പെട്ട അദ്ദേഹത്തിൻ്റെ സൈന്യം വാസ് നൗ ലൂസിങ് ബാറ്റിൽസ് എവരിവെയർ. ഇപ്പോൾ ആ സൈന്യം എല്ലായിടത്തും യുദ്ധങ്ങളിൽ പരാജയപ്പെടാനായിട്ട് ആരംഭിച്ചു. എല്ലായിടത്തും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ദ സോവിയറ്റ് യൂണിയൻ വൺ ഓഫ് ഹിസ് ബിഗ്ഗസ്റ്റ് എനിമീസ്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കളിൽ പെട്ട വലിയ ശത്രുക്കളിൽ ഒരു ശത്രുവായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ പുഷ്ഡ് ദ ജർമ്മനി ആർമി ബാക്ക് ഫ്രം ദ ഈസ്റ്റ്. കിഴക്ക് നിന്നും സോവിയറ്റ് യൂണിയൻ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ആക്രമിച്ചു. അറ്റ് ദ സെയിം ടൈം അതേസമയം അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് സോൾജിയേഴ്സ് അറ്റാക്ക്ഡ് ഫ്രം ദ വെസ്റ്റ്. അതേസമയം വെസ്റ്റിൽ നിന്നും പടിഞ്ഞാറ് നിന്നും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പട്ടാളക്കാർ ജർമ്മനിയെ ആക്രമിച്ചു. പടിഞ്ഞാറ് നിന്നും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സൈന്യം അവരെ ആക്രമിച്ചു. ജർമ്മൻ സിറ്റീസ് വേർ ബോംബ്ഡ് ഡേ ആൻഡ് നൈറ്റ്. ജർമ്മൻ പട്ടണങ്ങളിൽ രാത്രിയും പകലും ബോംബുകൾ വർഷിക്കപ്പെട്ടു. ഫാമിലീസ് ലോസ്റ്റ് ദെയർ ഹോംസ്. കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. ആൻഡ് ദ പീപ്പിൾ ബിഗാൻ ടു ടേൺ അഗെയിൻസ്റ്റ് അഡോൾഫ്. അഡോൾഫ് ഹിറ്റ്ലർക്ക് എതിരായിട്ട് ജനങ്ങൾ തിരിയാൻ ആരംഭിച്ചു. വൈ ഡിഡ് വി ഫോളോ ഹിം. നമ്മൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്തുടർന്നത്? മെനി ആസ്ക്ഡ്. ഒരുപാട് ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ പിന്തുടർന്നത്? ആളുകൾ അദ്ദേഹത്തിന് എതിരായിട്ട് തിരിയാൻ ആരംഭിച്ചു. ബട്ട് അഡോൾഫ് ഡിഡിൻറ്റ് ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്നാൽ കീഴടങ്ങുക എന്നുള്ള അർത്ഥം. പക്ഷേ അഡോൾഫ് ഡിഡിൻറ്റ് ഗിവ് അപ്പ്. പക്ഷേ അഡോൾഫ് ഹിറ്റ്ലർ കീഴടങ്ങിയില്ല. ഹി സാറ്റ് ഇൻ ഹിസ് ബങ്കർ. അദ്ദേഹത്തിൻ്റെ ബങ്കറിൽ ഇരുന്നു. ഗിവിങ് ഓർഡേഴ്സ് ടു ഹിസ് ജനറൽസ്. അദ്ദേഹത്തിൻ്റെ ജനറലുകൾക്ക്, അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലെ ഉയർന്ന അധികാരികൾക്ക് ഉത്തരവുകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബങ്കറിൽ ഇരുന്നു. വി വിൽ നോട്ട് സറണ്ടർ. നമ്മൾ കീഴടങ്ങുകയില്ല. ഹി ഷൗട്ടഡ്. അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ കീഴടങ്ങുകയില്ല. ബട്ട് ഡീപ്പ് ഇൻസൈഡ് ഈവൻ അഡോൾഫ് ന്യൂ ദ വാർ വാസ് ലോസ്റ്റ്. പക്ഷേ ഹിറ്റ്ലറിനും അറിയാമായിരുന്നു, എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ദ വാർ വാസ് ലോസ്റ്റ്, യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിനും അറിയുമായിരുന്നു. ഇൻ ഏർലി 1945 ആദ്യത്തിൽ അഡോൾഫ് സ്റ്റേയ്ഡ് ഇൻ എ ബങ്കർ ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ഇൻ ബെർലിൻ. ബെർലിനിൽ ഒരു താഴെയുള്ള ഒരു ആഴത്തിലുള്ള ഒരു ബങ്കറിൽ അദ്ദേഹം താമസിച്ചു. ദ ബങ്കർ വാസ് കോൾഡ് ആൻഡ് ഡാർക്ക്. ആ ബങ്കർ വളരെ തണുത്തതും വളരെ ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് സേഫ് ഫ്രം ബോംബ്സ്. പക്ഷേ ബോംബുകളിൽ നിന്നും ആ ബങ്കർ സുരക്ഷിതമായിരുന്നു. ഇൻസൈഡ് അകത്ത്, ആ ബങ്കറിനകത്ത് അഡോൾഫ് സ്പെൻഡ് ഹിസ് ടൈം പ്ലാനിങ്. അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ സമയം ചിലവഴിച്ചു. അതിനകത്ത് പ്ലാനിങ് നടത്തിക്കൊണ്ട്, പദ്ധതികൾ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം ചിലവഴിച്ചു. ദോ ദർ വാസ് ലിറ്റിൽ ഹോപ്പ് ലെഫ്റ്റ്.
ദോ എന്നാൽ എങ്കിലും എന്നാണ് അർത്ഥം. അല്പം പോലും പ്രതീക്ഷ ബാക്കിയില്ലായിരുന്നു. എങ്കിലും അദ്ദേഹം ഓരോ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് അതിനകത്ത് സമയം ചിലവഴിച്ചു. ഹി വാസ് നോട്ട് അലോൺ. അദ്ദേഹം തനിച്ചായിരുന്നില്ല. ഹിസ് മോസ്റ്റ് ലോയൽ ഫോളോവേഴ്സ് വേർ വിത്ത് ഹിം. അദ്ദേഹത്തോട് നല്ല കൂറുള്ള അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് ഹിസ് ഗേൾ ഫ്രണ്ട് ഈവ ബ്രൗൺ. അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടുള്ള ഈവ ബ്രൗൺ അടക്കം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തനിച്ചായിരുന്നില്ല. ഇവ ഹാഡ് ബീൻ ബൈ ഹിസ് സൈഡ് ഫോർ മെനി ഇയേഴ്സ്. ഇവ ബ്രൗൺ, അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടുള്ള ഈവ ബ്രൗണ് ഹാഡ് ബീൻ ബൈ ഹിസ് സൈഡ് ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദോ അഡോൾഫ് കെപ്റ്റ് ദെയർ റിലേഷൻഷിപ്പ് പ്രൈവറ്റ്. എങ്കിലും അഡോൾഫ് ഹിറ്റ്ലർ അവരുടെ ബന്ധം, റിലേഷൻഷിപ്പ് പ്രൈവറ്റായിട്ട്, സ്വകാര്യമായിട്ട് അദ്ദേഹം സൂക്ഷിച്ചു. ഷീ ലവ്ഡ് ഹിം. അവൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ഈവൻ ഹിസ് ഡാർക്കസ്റ്റ് ഡേയ്സ്. അദ്ദേഹത്തിൻ്റെ ഇരുൾ നിറഞ്ഞ ദിവസങ്ങളിൽ പോലും അവൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ഔട്ട്സൈഡ് ദ ബങ്കർ ദ സൗണ്ട് ഓഫ് ഗൺ ഫയർ ഗ്രൂ ലൗഡർ എവറി ഡേ. ഔട്ട്സൈഡ് ദ ബങ്കർ, ബങ്കറിന് പുറത്ത്, ദ സൗണ്ട് ഓഫ് ഗൺ ഫയർ ഗ്രൂ ലൗഡർ എവറി ഡേ. ദിവസം തോറും, എല്ലാ ദിവസവും എന്താണ് ആ ശബ്ദം, ആ ഗൺഫയർ എന്നാൽ വെടിവയ്ക്കുന്ന ശബ്ദം, ആ ശബ്ദം പുറത്ത് മുഴങ്ങി, കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങി. ദ സോവിയറ്റ് ആർമി വാസ് ഗെറ്റിംഗ് ക്ലോസർ ടു ബെർലിൻ. സോവിയറ്റ് ആർമി, സോവിയറ്റ് യൂണിയൻ്റെ പട്ടാളം ബെർലിന് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദ എൻഡ് ഈസ് നിയർ. അവസാനം അടുത്താണ്. വിസ്പേർഡ് ഹിസ് അഡ്വൈസേഴ്സ്. അഡ്വൈസേഴ്സ് എന്നാൽ ഉപദേഷ്ടാക്കൾ. വിസ്പേർഡ് എന്നാൽ മന്ത്രിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ മന്ത്രിച്ചു. അവസാനം അടുത്താണ്. സോവിയറ്റ് യൂണിയൻ ആർമി ബെർലിനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലീഡേഴ്സ് ഫ്രം അതർ കൺട്രീസ് ബെഗ്ഡ് അഡോൾഫ് ടു സറണ്ടർ. ലീഡേഴ്സ് ഫ്രം അതർ കൺട്രീസ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ ബെഗ്ഡ് യാചിച്ചു, അഡോൾഫ് ഹിറ്റ്ലറിനോട് യാചിച്ചു, ടു സറണ്ടർ കീഴടങ്ങാൻ വേണ്ടിയിട്ട്. മറ്റ് രാജ്യത്തു നിന്നുള്ള നേതാക്കന്മാർ ഹിറ്റ്ലറിനോട് കീഴടങ്ങാൻ വേണ്ടിയിട്ട് യാചിച്ചു. സേവ് ദ പീപ്പിൾ ഓഫ് ജർമ്മനി. ജർമ്മനിയിലെ ആളുകളെ രക്ഷിക്കുക. ദേ സെഡ്. അവർ പറഞ്ഞു, ആ നേതാക്കന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു. ബട്ട് അഡോൾഫ് റിഫ്യൂസ്ഡ്. പക്ഷേ അഡോൾഫ് ഹിറ്റ്ലർ നിരസിച്ചു, ആ പറഞ്ഞതിനോട് നിരസിച്ചു. ഹി ബിലീവ്ഡ് സറണ്ടർ വാസ് എ സൈൻ ഓഫ് വീക്ക്നെസ്. വീക്ക്നെസ് എന്നാൽ അസാമർത്ഥ്യം. അദ്ദേഹം വിശ്വസിച്ചു കീഴടങ്ങുക എന്നുള്ളത് അസാമർത്ഥ്യത്തിൻ്റെ ഒരു സൈനാണ്, അതിൻ്റെ ലക്ഷണമാണ്. ഇഫ് ജർമ്മനി ലൂസസ്. ജർമ്മനി പരാജയപ്പെടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ദ പീപ്പിൾ വേർ നോട്ട് സ്ട്രോങ് ഇനഫ്. ഇതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ജർമ്മനി പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കാരണം ജർമ്മനിയിലെ ആളുകൾ സ്ട്രോങ് അല്ല, ശക്തരല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഹി സെഡ് കോൾഡ്ലി. കോൾഡ്ലി എന്നാൽ നിരുത്സാഹമായി എന്നാണ് അർത്ഥം. നിരുത്സാഹമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജർമ്മനി പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്. അവിടെയുള്ള ജനങ്ങൾ വേണ്ടത്ര ശക്തരല്ല. ബൈ ഏപ്രിൽ 1945. ഏപ്രിൽ 1945 ബെർലിൻ വാസ് സറൗണ്ടഡ്. ബെർലിൻ വളയപ്പെട്ടു, ബെർലിൻ ചുറ്റപ്പെട്ടു. ദ സോവിയറ്റ് ആർമി അറ്റാക്ക്ഡ് ദ സിറ്റി ഫ്രം ഓൾ സൈഡ്സ്. ബെർലിൻ സോവിയറ്റ് ആർമി വളഞ്ഞു, അറ്റാക്ക്ഡ് ആക്രമിച്ചു, ദ സിറ്റി ഫ്രം ഓൾ സൈഡ്സ് എല്ലാ വശങ്ങളിൽ നിന്നും പട്ടണത്തെ ആക്രമിച്ചു. ബിൽഡിംഗ് കൊളാപ്സ്ഡ് കെട്ടിടങ്ങൾ തകർന്നു വീണു. ഫയേഴ്സ് ബേൺഡ് ആൻഡ് പീപ്പിൾ റാൻ ഫോർ ദെയർ ലൈഫ്സ്. ജനങ്ങൾ റാൻ ഓടി, ഫോർ ദെയർ ലൈഫ്സ് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ജീവന് വേണ്ടിയിട്ട് ജനങ്ങൾ ഓടി. ഓൺ ഏപ്രിൽ 29, 1945
1945 ഏപ്രിൽ 29 അഡോൾഫ് മെയ്ഡ് എ സർപ്രൈസിങ് ഡിസിഷൻ. ഡിസിഷൻ എന്നാൽ തീരുമാനം, സർപ്രൈസിങ് എന്നാൽ ആശ്ചര്യപ്പെടുത്തുന്ന. അഡോൾഫ് ഹിറ്റ്ലർ ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു തീരുമാനം എടുത്തു. ഹി മാരീഡ് ഇവ ബ്രൗൺ ഇൻ ദ ബങ്കർ. ബങ്കറിന് ഉള്ളിൽ വച്ച് അദ്ദേഹം ഈവ ബ്രൗണിനെ വിവാഹം ചെയ്തു. ഇറ്റ് വാസ് എ സിമ്പിൾ സെറമണി വിത്ത് ജസ്റ്റ് എ ഫ്യൂ പീപ്പിൾ. സെറമണി എന്നാൽ ചടങ്ങ്, സിമ്പിൾ സെറമണി എന്നാൽ ലളിതമായ ചടങ്ങ്. ഇതൊരു ലളിതമായിട്ടുള്ള ചടങ്ങായിരുന്നു. അല്പം ആളുകൾ മാത്രം അടങ്ങുന്ന ഒരു ചെറിയ ഒരു ചടങ്ങായിരുന്നു. യു ഹാവ് ഓൾവേസ് ബീൻ ബൈ മൈ സൈഡ് ഇവ, അഡോൾഫ് സെഡ്. ഈവ ബ്രൗണിനെ വിളിച്ചുകൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞു, നീ എപ്പോഴും എൻ്റെ പക്ഷത്ത് ഉണ്ടായിരുന്നു. ഈവ സ്മൈൽഡ്. ഈവ പുഞ്ചിരിച്ചു. ഇത് കേട്ടതും ഈവ പുഞ്ചിരിച്ചു. ഈവൻ ദോ ഷീ ന്യൂ ദിസ് വാസ് നോട്ട് എ ഹാപ്പി മൊമെൻറ്റ്. ഈവൻ ദോ എന്നാൽ എങ്കിൽ പോലും അവൾക്ക് അറിയാമായിരുന്നു ഇതൊരു സന്തോഷകരമായിട്ടുള്ള നിമിഷമല്ല എന്ന് ഈവ ബ്രൗണിന് അറിയുമായിരുന്നു. എങ്കിൽ പോലും ഈവ ബ്രൗൺ പുഞ്ചിരിച്ചു. ഹിറ്റ്ലർ അത് പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിച്ചു. ആഫ്റ്റർ ദ വെഡ്ഡിങ്, വിവാഹത്തിന് ശേഷം, അഡോൾഫ് ആൻഡ് ഈവ സ്പെൻഡ് അവേഴ്സ് ടുഗദർ. അഡോൾഫ് ഹിറ്റ്ലറും ഈവ ബ്രൗണും ഒരുമിച്ച് സമയം ചിലവഴിച്ചു, മണിക്കൂറുകൾ അവർ ചിലവഴിച്ചു. ടോക്കിംഗ് എബൌട്ട് ദെയർ ലൈഫ്സ് ആൻഡ് വാട്ട് ദേ ഹാഡ് ഡൺ. ടോക്കിംഗ് എബൌട്ട് ദെയർ ലൈഫ്സ്, അവരുടെ ജീവിതത്തെക്കുറിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടും, ആൻഡ് വാട്ട് ദേ ഹാഡ് ഡൺ, അവർ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനൊക്കെ പറ്റിയിട്ട് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ദേ ബോത്ത് ന്യൂ ദ എൻഡ് വാസ് നിയർ. അവർ രണ്ടു പേർക്കും അറിയാമായിരുന്നു അവസാനം അടുത്താണ്, അവസാനം അടുത്തെത്തിയെന്ന് അവർക്ക് രണ്ടു പേർക്കും അറിയാമായിരുന്നു. ഓൺ ഏപ്രിൽ 30, 1945, ഏപ്രിൽ 1945 ഏപ്രിൽ 30 അഡോൾഫ് മെയ്ഡ് ഹിസ് ഫൈനൽ ഡിസിഷൻ. അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തീരുമാനം എടുത്തു. ഹി കോൾഡ് ഹിസ് ക്ലോസസ്റ്റ് ഫോളോവേഴ്സ് ഇൻ ടു ദ ബങ്കർ ആൻഡ് ടോൾഡ് ദം. ഹി കോൾഡ് അദ്ദേഹം വിളിച്ചു, ഹിസ് ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്, ക്ലോസസ്റ്റ് ഫോളോവേഴ്സ്, ക്ലോസസ്റ്റ് എന്നാൽ അടുത്ത ബന്ധമുള്ള അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകളെ അദ്ദേഹം വിളിച്ചു. ഇൻ ടു ദ ബങ്കർ, ബങ്കറിന് ഉള്ളിലേക്ക്, ആൻഡ് ടോൾഡ് ദം, എന്നിട്ട് അവരോട് പറഞ്ഞു, ഐ വിൽ നോട്ട് ബി ക്യാപ്ചേർഡ് അലൈവ്. ഞാൻ ജീവനോടെ പിടിക്കപ്പെടുകയില്ല, ഞാൻ ജീവനോടെ പിടികൊടുക്കുകയില്ല. അഡോൾഫ് ബിലീവ്ഡ് ഇറ്റ് വാസ് ബെറ്റർ ടു ഡൈ ദാൻ ടു ലെറ്റ് ഹിസ് എനിമീസ് ടേക്ക് ഹിം. അഡോൾഫ് ബിലീവ്ഡ്, അദ്ദേഹം വിശ്വസിച്ചു, ഇറ്റ് വാസ് ബെറ്റർ ടു ഡൈ, മരിക്കുകയാണ് ഏറ്റവും നല്ലത്, ദാൻ ടു ലെറ്റ് ഹിസ് എനിമീസ് ടേക്ക് ഹിം, അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിലും നല്ലത് മരിക്കുകയാണ് എന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. ഹി ആൻഡ് ഈവ വെൻറ്റ് ടു എ സ്മോൾ റൂം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടായിട്ടുള്ള ഈവ ബ്രൗണും ഒരു ചെറിയ റൂമിലേക്ക് പോയി. മൊമെൻറ്റ്സ് ലേറ്റർ, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം, ദേ ടുക്ക് ദെയർ ഓൺ ലൈഫ്സ്, അവർ അവരുടെ സ്വന്തം ജീവൻ എടുത്തു, അവർ ആത്മഹത്യ ചെയ്തു. അഡോൾഫ് വാസ് 56 years old. ആ സമയത്ത് അഡോൾഫ് ഹിറ്റ്ലറിന് 56 വയസ്സായിരുന്നു പ്രായം. വെൻ ദ സോവിയറ്റ് സോൾജേഴ്സ് റീച്ച്ഡ് ദ ബങ്കർ. വെൻ, ആ സമയത്ത്, ദ സോവിയറ്റ് സോൾജേഴ്സ് റീച്ച്ഡ് ദ ബങ്കർ, ബങ്കറിനു ഉള്ളിലേക്ക് സോവിയറ്റ് യൂണിയൻ്റെ പട്ടാളം എത്തിയ സമയത്ത്, ദേ ഫൗണ്ട് അഡോൾഫ് ആൻഡ് ഈവാസ് ബോഡീസ്, അഡോൾഫ് ഹിറ്റ്ലറിൻ്റെയും ഈവ ബ്രൗണിൻ്റെയും മൃതദേഹങ്ങൾ അവർ കണ്ടെത്തി. അവർ ആ ബങ്കറിന് ഉള്ളിലേക്ക് എത്തിയപ്പോൾ, ദ വാർ ഇൻ യൂറോപ്പ് എൻഡഡ് ഷോർട്ട്ലി ആഫ്റ്റർ. വൈകാതെ യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു. ജർമ്മനി സറണ്ടേർഡ് ഓൺ മെയ് 8, 1945. 1945 മെയ് 8 ജർമ്മനി കീഴടങ്ങി. ദ പീപ്പിൾ ഓഫ് ജർമ്മനി വേർ ലെഫ്റ്റ് വിത്ത് നത്തിങ് ബട്ട് റൂയിൻസ്. റൂയിൻസ് എന്നാൽ നാശങ്ങൾ. ദ പീപ്പിൾ ഓഫ് ജർമ്മനി വേർ ലെഫ്റ്റ്, ജർമ്മനിയിലെ ആളുകൾ ഉപേക്ഷിക്കപ്പെട്ടു.
വിത്ത് നത്തിങ്, ഒന്നുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടു. ബട്ട് റെയിൻസ്, അവർക്ക് നാശം, കെടുതികൾ മാത്രം അവർക്ക് ഉണ്ടായി, കെടുതികൾ അല്ലാതെ ഒന്നും അവർക്ക് ഉണ്ടായില്ല. അത്തരത്തിൽ അവർ ഉപേക്ഷിക്കപ്പെട്ടു. അഡോൾഫ്സ് ഡ്രീം ഓഫ് മേക്കിംഗ് ജർമ്മനി പവർഫുൾ ഹാഡ് ഇൻസ്റ്റഡ് ബ്രോഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് സോറോ. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ സ്വപ്നം ജർമ്മനി ശക്തമാക്കുക എന്നായിരുന്നു. ജർമ്മനിയെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അതിന് പകരമായിട്ട് അവിടേക്ക് എന്താണ് അവിടെ കൊണ്ടുവന്നത്? നാശവും ദുഃഖവും. അതാണ് ആ രാജ്യത്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിന് പകരമായിട്ട് ആ സ്ഥാനത്ത് അതാണ് അവിടെ കൊണ്ടുവന്നത്. ഡിസ്ട്രക്ഷൻ എന്നാൽ വിനാശം, നശീകരണം. സോറോ എന്നാൽ ക്ലേശം. ക്ലേശവും നാശവുമാണ് ആ രാജ്യത്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് പകരമായിട്ട് ജർമ്മനിയെ ഒരു പവർഫുള്ളായിട്ടുള്ള രാജ്യമാക്കി മാറ്റുക എന്ന സ്വപ്നത്തിന് പകരമായിട്ട് നാശവും ദുഃഖവുമാണ് ആ രാജ്യത്ത് കൊണ്ടുവന്നത്. മില്യൺസ് ഓഫ് ലൈഫ്സ് വേർ ലോസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് ആക്ഷൻസ്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണത്താൽ. ടുഡേ, ഇന്ന്, അഡോൾഫ് ഹിറ്റ്ലേഴ്സ് നെയിം ഈസ് എ റിമൈൻഡർ ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഹേറ്റ്രഡ്. റിമൈൻഡർ എന്നാൽ ഓർമ്മക്കത്ത്, ഹേറ്റ്രഡ് എന്നാൽ വിദ്വേഷം. ഇന്ന് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പേര് ഒരു വിദ്വേഷത്തിൻ്റെ അപകടം, അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അൺചെക്ഡ് അംബീഷൻ. അൺചെക്ഡ് അംബീഷൻ എന്നാൽ സൂക്ഷ്മ പരിശോധന നടത്താത്ത അഭിലാഷം. ആൻഡ് മിസ്യൂസ് ഓഫ് പവർ, അധികാര ദുർവിനിയോഗം. ഇതിൻ്റെയും അതുപോലെ വിദ്വേഷത്തിൻ്റെ അപകടത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പേര്. ഫൈനലി, അവസാനം, ഹിസ് സ്റ്റോറി ടീച്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എവറി ഡിസിഷൻ വി മേക്ക് ഷേപ്സ് അവർ ഫ്യൂച്ചർ. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. അഡോൾഫ്സ് ചോയ്സസ് ലെഡ് ടു പെയിൻ ആൻഡ് ലോസ്. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ തീരുമാനങ്ങൾ നയിച്ചു വേദനയിലേക്കും നഷ്ടത്തിലേക്കും. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ നയിച്ചു, അതിന് കാരണമായി. നോട്ട് ജസ്റ്റ് ഫോർ ഹിം, അദ്ദേഹത്തിനു മാത്രമല്ല, ബട്ട് ഫോർ മില്യൺസ് ഓഫ് അതേഴ്സ്, മറ്റുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്കും, ആളുകളുടെ വേദനക്കും നഷ്ടത്തിനും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കാരണമായി. ദിസ് റിമൈൻഡ്സ് us that every action, no matter how small, matters. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ഓരോ പ്രവൃത്തിയും അത് എത്ര ചെറുതായിട്ടുള്ളതാണെങ്കിലും. We must choose wisely and always think about the impact our decisions have on others. We must choose wisely. നമ്മൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കണം. and always think, എപ്പോഴും ചിന്തിക്കുകയും ചെയ്യണം. about the impact our decisions, നമ്മുടെ തീരുമാനത്തിൻ്റെ അനന്തരഫലം എന്താണ്, അതിനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. have on others, അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അത് ബാധിക്കുക, മറ്റുള്ളവരെ പറ്റിയും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്, തീരുമാനം എടുക്കുമ്പോൾ വിവേകത്തോടെ ചിന്തിക്കണം. The world is a much better place when we come together, respect each other and work towards peace. ഈ ലോകം നല്ല ഒരു ഇടമാണ്, വളരെ നല്ല ഒരു ഇടമാണ്. നമ്മൾ ഒരുമിക്കുക, അതുപോലെ പരസ്പരം ബഹുമാനിക്കുക. ആൻഡ് വർക്ക് ടുവേർഡ്സ് പീസ്, സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലോകം നല്ല ഒരു ഇടമാണ്.